നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. രസകരമായൊരു കമൻറ്റ് ഇന്നലെ കണ്ടു. ഇന്നലെ അർജൻറ്റീന കിരീടം ചൂടിയ ദിവസമായിരുന്നല്ലോ. അതുപോലെ സ്പാനിഷ് ദേശീയ ടീം യൂറോ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. അപ്പോൾ ആരാധകരുടെ പ്രതികരണമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നിരവധി രസകരമായ കമൻറ്റുകൾ വന്നതിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടൊരു കമൻറ്റ്, ഗ്യാപ്പുണ്ടോ ഗ്യാപ്പ് കപ്പ് വെക്കാൻ എന്നാണ് കമൻറ്റ്. അതായത് കപ്പുണ്ടോ കപ്പ് എന്ന് മുമ്പ് ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ അതിനോട് മറുപടിയാണ് ഗ്യാപ്പുണ്ടോ ഗ്യാപ്പ് ഒരു കപ്പ് വെക്കാൻ. അതാണിപ്പോൾ അർജൻറ്റീനയുടെ അവസ്ഥ. നിരവധി കിരീടങ്ങൾ ഒരുമിച്ചിങ്ങനെ അവർ വാരിക്കൂട്ടുകയാണ്. ഒരു 10-28 വർഷക്കാലം കിരീടമൊന്നും ഇല്ലാതിരുന്നിട്ട് മലവെള്ളപ്പാച്ചിൽ പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കിരീടങ്ങൾ അവരുടെ ഷെൽഫിലേക്കായിരുന്നു. ബ്ലേസർ റിപ്പോർട്ട് രസകരമായൊരു കാർട്ടൂൺ ഉണ്ടാക്കിയിട്ടിരുന്നു. മെസ്സിയുടെ അർജൻറ്റീന 2020 വരെ അവരുടെ മെസ്സിയുടെ അർജൻറ്റീനയുടെ കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പത്തെ അർജൻറ്റീനയ്ക്ക് കപ്പൊക്കെ ഉണ്ട്. 93 കപ്പടിച്ചതിന് ശേഷം പിന്നെ 2021 വരുന്നത്. അപ്പം 2020 വരെ ആ ട്രോഫി ക്യാബിനറ്റ് ചിലന്തി വല കെട്ടി ഇങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കപ്പ് അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ഇനി ഒരു കപ്പ് വെക്കാൻ ഗ്യാപ്പുണ്ടോ? അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല, വലിയൊരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2018 വേൾഡ് കപ്പ്? അർജൻറ്റീനയുടെ കോച്ചായിട്ട് ആ സമയത്തുള്ളത് സാമ്പോളിയാണ്, ജോർജ് സാമ്പോളി. സാമ്പോളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്ലബ് ഫുട്ബോളിലൊക്കെ മികവൊക്കെ തെളിയിച്ചിട്ടുള്ളൊരു കോച്ച്, സക്സസ്ഫുള്ളായ ഒരു കോച്ചിനെ കൊണ്ടുവരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ആ കാലത്ത് നമ്മുടെ നാട്ടിലെ അർജൻറ്റീന ആരാധകരൊക്കെ വലിയ ആഘോഷത്തിലായിരുന്നു. നന്ദി ടാപ്പിയ നന്ദി എന്ന രൂപത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാലം. പക്ഷേ 2018 വേൾഡ് കപ്പ് അർജൻറ്റീനയ്ക്ക് അത്ര മികച്ചതായിരുന്നില്ല. അതൊരു ദുരന്ത വേൾഡ് കപ്പായിരുന്നു. 4 കളി കളിച്ചതിൽ അർജൻറ്റീന ആകെ വിജയിച്ചത് ഒറ്റ കളിയായിരുന്നു. പ്രീ ക്വാർട്ടറിൽ എംബാപ്പയുടെ ഫ്രാൻസിനോട് തോറ്റാണെന്ന് അവർ പുറത്തായത്. മാത്രമല്ല, കോച്ച് സാമ്പോളിയിൽ ലിയോ മെസ്സി അടക്കമുള്ള താരങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോച്ച് പറയുന്നതല്ല കളിക്കാർ പറയുന്നതാണ് ടീമിൽ നടന്നിരുന്നതെന്നും ഒക്കെ വിവാദങ്ങളുണ്ടായിരുന്നു. ഒരു കളിക്കിടയിൽ മെസ്സിയോട് സാമ്പോളി പറയുന്ന വീഡിയോ പോലും പുറത്തേക്ക് വന്നു. മെസ്സിയോട് ചോദിക്കുകയാണ്, ഞാൻ കുഞ്ഞിനെ ഇറക്കട്ടെ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ മെസ്സിയോട് അനുവാദം ചോദിച്ചിട്ട് ഇറക്കാൻ നിൽക്കുന്ന ഒരു സാമ്പോളി എന്ന ദയനീയ ചിത്രം ആ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ തകർന്ന് തരിപ്പിണമായി പോയ ഒരു അർജൻറ്റീനയെയാണ് 2018 വേൾഡ് കപ്പിന് ശേഷം ലയണൽ സ്കലോനിയെ AFA ഏൽപ്പിക്കുന്നത്. അത് അർജന്റീൻ ഫുട്ബോളിൻ്റെ തലവര മാറ്റുന്നൊരു തീരുമാനമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു. അന്ന് വരെ ഒരു സീനിയർ ലെവലിൽ ക്ലബ് ഫുട്ബോളിലോ ദേശീയ ടീമിൻ്റെ അന്താരാഷ്ട്ര ഫുട്ബോളിലോ ടീമിനെ പരിശീലിപ്പിച്ചിട്ടില്ലാത്ത കോച്ച് ലയണൽ സ്കലോനി. നമുക്കറിയാമല്ലോ, കോട്ടിഫ് കപ്പിലൊക്കെ ഇന്ത്യക്കെതിരെ അർജൻറ്റീന കളിച്ചതും അർജൻറ്റീനയെ ഇന്ത്യ തോൽപ്പിച്ചതും കോട്ടിഫ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് സ്കലോനിയാണ് അവരുടെ ഏജ് ഗ്രൂപ്പ് ടീമിനെ പരിശീലിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ സീനിയർ ടീമിനെ ഒരിക്കലും പരിശീലിപ്പിച്ചിട്ടില്ലാത്ത ഒരാളെ കോച്ചാക്കുമ്പോൾ അത് ഇൻട്രിം കോച്ചായിട്ടാണ് വെക്കുന്നത്. 2018 കംപ്ലീറ്റ് ആകുമ്പോഴും 2019 കോപ്പൊക്കെ പുതിയ കോച്ചിനെ കൊണ്ടുവരാം എന്ന ഒരു തീരുമാനത്തിലാണ് അന്ന് അവർ കോച്ചിനെ വെക്കുന്നത്. പക്ഷേ പിന്നെ സംഭവിക്കുന്നത് എന്താ? ആദ്യത്തെ കോളപ്പിൽ മെസ്സി ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. തീർത്തും പുതിയൊരു ടീമിനെയും കൊണ്ട് സ്കലോനി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. മോശമല്ലാത്ത റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ 2019 കോപ്പ അമേരിക്ക വരെ അദ്ദേഹത്തിന് കോച്ചിങ് സ്ഥാനം കൊടുക്കുന്നു. ഇൻട്രീം കോച്ചായിട്ട് തന്നെയാണ് അപ്പോഴും. 2019 കോപ്പ അമേരിക്കക്ക് ലിയോ മെസ്സിയെ കൂടി ടീമിലേക്ക് കൊണ്ടുവരുന്നു. ടീം മോശമല്ലാത്ത പ്രകടനം നടത്തുന്നു. 2019 കോപ്പ അമേരിക്കയിൽ സെമി ഫൈനലിലാണ് ബ്രസീലിനോട് അർജൻറ്റീന തോൽക്കുന്നത്. അത് പക്ഷേ ചില വിവാദങ്ങളൊക്കെ അതിലുണ്ട്, റഫറിങ് വിവാദങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ആ കോപ്പയിൽ 3-ാം സ്ഥാനത്താണ് അർജൻറ്റീന ഫിനിഷ് ചെയ്യുന്നത്. അവിടെ തുടങ്ങുന്ന മാറ്റങ്ങൾ. സ്കലോനി എന്ന കോച്ചിനെ പിന്നെ അർജൻറ്റീന നിലനിർത്തുകയാണ്. അദ്ദേഹത്തെ പെർമനൻ്റ് കോച്ചാക്കുന്നു. ഇൻട്രീം കോച്ച് എന്ന നിലയിൽ നിന്നും മാറ്റി പെർമനൻ്റ് കോച്ചാക്കുന്നു. 2020 കോപ്പ അമേരിക്ക വരെ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നു. 2020 കോപ്പ പക്ഷേ കോവിഡും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ 2021 സംഭവിക്കുന്നത്. അപ്പോഴേക്കും ലയണൽ സ്കലോനി ലിയോ മെസ്സിയുടെ ചുറ്റും മികച്ച യുവതാരങ്ങളെ വെച്ചുകൊണ്ടൊരു ടീം ഉണ്ടാക്കിയെടുത്തിരുന്നു. ആ കോപ്പ ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിൽ നടന്നൊരു കോപ്പ അമേരിക്കയാണ്. യഥാർത്ഥത്തിൽ ആ കോപ്പ നടക്കേണ്ടിയിരുന്നത്
അർജൻറ്റീനയിൽ കൂടി വെച്ചിട്ടായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അർജൻറ്റീനയിൽ കളി നടത്തിയില്ല. അവസാന ഘട്ടത്തിൽ ബ്രസീൽ അതിൻ്റെ ആതിഥേയത്വം വീണ്ടും ഏറ്റെടുക്കുകയായിരുന്നു. ആ കോപ്പയിൽ അർജൻറ്റീന കിരീടക്ഷാമം അങ്ങ് തീർത്തു. ഫൈനൽ മത്സരത്തിൽ മാറക്കാന സ്റ്റേഡിയത്തിൽ ചരിത്രമുറങ്ങുന്ന മാറക്കാനയിൽ ഒരിക്കൽ കൂടി ബ്രസീലിൻ്റെ കണ്ണീര് വീണു. ആൻഹേൽ ഡി മരിയയുടെ ഗോളിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജൻറ്റീന കിരീടം ചൂടുന്നു. 28 വർഷക്കാലത്തെ കിരീടക്ഷാമം അവിടെത്തിയിരുന്നു. പിന്നെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ കിരീടങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരികയാണ്. ഫൈനലിസിമ യുവേഫയും കോൺമെബോളും ചേർന്നുകൊണ്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് 2022 ജൂൺ മാസത്തിൽ ആ ഒരു സമയത്ത് ഫൈനലിസിമ നടക്കുന്നു. ഫൈനലിസിമയിൽ അർജൻറ്റീന ഇറ്റലിയെ പരാജയപ്പെടുത്തുന്നു. ലോകം കീഴടക്കാനുള്ള പോക്കാണ് അർജൻറ്റീന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് പതിയെ പതിയെ എല്ലാവർക്കും വ്യക്തമാവുകയായിരുന്നു. 2022 വേൾഡ് കപ്പ് ആദ്യ മത്സരം സൗദി അറേബ്യയോട് തോറ്റുകൊണ്ട് തുടങ്ങുന്ന അർജൻറ്റീന, പക്ഷേ അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒടുവിൽ ഫ്രാൻസിനെതിരെ തീ പാറുന്നൊരു ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ട് ലോക കിരീടം ചൂടി ലിയോ മെസ്സിയും സംഘവും ലയണൽ സ്കലോനിയുടെ തന്ത്രങ്ങൾക്കൊത്ത് പന്ത് തട്ടിയിട്ട്. സ്കലോനി അത്ര മികച്ചൊരു കോച്ചാണോ എന്ന ചോദ്യം അപ്പോഴും പലരുടെയും മനസ്സിലുണ്ട്. ആ ചോദ്യം ശരിയാണ്. സ്കലോനിയേക്കാൾ മികച്ച പരിശീലകർ ഈ കോപ്പ അമേരിക്കയിൽ ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്തായാലും ഉണ്ടായിരുന്നു. എന്നിട്ടും സ്കലോനിയുടെ ടീം കിരീടം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്കലോനി ടച്ച് ഉണ്ട്, ഒരു സ്കലോനി മാജിക് ഉണ്ട്, മാനേജ്മെൻറ്റ് ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്യാൻ കഴിവുള്ളയാളാണ് ലയണൽ സ്കലോനി. മെസ്സിയെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും അതനുസരിച്ച് മറ്റു താരങ്ങളെ പ്രചോദിപ്പിച്ച് നിർത്താനും അവർക്ക് വേണ്ടത് എന്തെന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ അവരെ ഉപയോഗപ്പെടുത്താനും സ്കലോനിക്ക് കഴിയുന്നു എന്നിടത്താണ് ഈ ഒരു വിജയം വരുന്നത്. തൻ്റെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ടീമിനെ ഫീൽഡ് ചെയ്യിച്ച് വിജയിച്ച് കയറുന്നു ലയണൽ സ്കലോനി. 2022 വേൾഡ് കപ്പ് അർജൻറ്റീന നേടുമ്പോൾ അവർ ലോകം കീഴടക്കി കഴിഞ്ഞു. ഇനി എന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ സ്കലോനിയെ തന്നെ അർജൻറ്റീന വീണ്ടും കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിനെതിരെയുള്ള ഒരു കളിക്ക് ശേഷം സ്കലോനി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു, തുടരുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ. പക്ഷെ ഒടുവിൽ അദ്ദേഹം തുടരാൻ തന്നെ തീരുമാനിച്ചു. ഈ കോപ്പ അമേരിക്കയിൽ അദ്ദേഹം തന്നെ ടീമിനെയും കൊണ്ടുവരുന്നു. കോപ്പയിലും മുത്തമിടുന്നു. പ്രതിബന്ധങ്ങളൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് കോപ്പയിലും മുത്തമിടുന്നു. ലയണൽ സ്കലോനി ഇതിനൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രസീലിയൻ ടീമിനെ കുറിച്ച് ഡൊറിവാൾ ജൂനിയറെ പുറത്താക്കേണ്ട സമയമായോ എന്നൊരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്കലോനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. അതിലുണ്ട് അർജൻറ്റീനയുടെ വിജയത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം. സ്കലോനി പറഞ്ഞു, ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ അർജൻറ്റീനയുടെ ചാർജ് ഏറ്റെടുക്കുമ്പോൾ 2019 കോപ്പയിലൊന്നും അത്ര മികച്ച പ്രകടനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ കോച്ചിനെ മാറ്റി പുതിയ കോച്ചിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പിന്നെ വീണ്ടും പുതിയ പ്രോസസ്സ്, അതിനോട് താരങ്ങൾ ഇഴുകിച്ചേരണം, സമയമെടുക്കും, അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. അങ്ങനെ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ക്ലിക്കായി മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ മാറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് അർജൻറ്റീന ഇന്ന് ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചത്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം, ആ പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കണം, അതനുസരിച്ച് താരങ്ങൾ അഡാപ്റ്റഡ് ആവണം, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴാണ് സക്സസ് വരിക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുതന്നെയാണ് യാഥാർത്ഥ്യം. സ്കലോനിയിൽ വിശ്വാസം അർപ്പിച്ച അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷനും കൈയടിക്കണം. അവിടെയാണ് ഷെൽഫിൽ കപ്പ് വെക്കാൻ ഗ്യാപ്പില്ലാത്ത വിധം അർജൻറ്റീന മാറിയത്. അതാണ് പക്ഷേ അർജൻറ്റീനയ്ക്കുള്ള താരങ്ങളെക്കാൾ മികവുള്ള താരങ്ങൾ ഈ കോപ്പയിൽ മറ്റു പല ടീമുകൾക്കും ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ടും എന്തുകൊണ്ട് ആ റിസൾട്ട് വരുന്നില്ല? ആ റിസൾട്ട് വരണമെങ്കിലേ അർജൻറ്റീനയുടെ ഈ ടീം വെറും ഒരു ടീമല്ല, അതൊരു ഫാമിലിയാണ്. അങ്ങനെയുള്ളൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ലയണൽ സ്കലോനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളിടത്താണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. സ്കലോനിയുടെ അർജൻറ്റീന ഇതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളൊന്ന് നോക്കാം. 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ, നിലവിലെ ഫൈനലിസിമയിലെ ചാമ്പ്യന്മാർ, കറണ്ട് വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ, ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് പരാജയപ്പെട്ടത് 2 കളികൾ, 45
അൺബീറ്റൻ മത്സരങ്ങളാണ് 77 ഗെയിമുകളിൽ അവർ ഗോൾ വഴങ്ങാതെ കളിച്ചിട്ടുള്ളത്. 77% അവരുടെ വിജയം എന്ന് പറയുന്നത് കൂടി നോക്കുക. 145 ഗോളുകൾ അവർ നേടിയിട്ടുണ്ട്. ലോങ്ങസ്റ്റ് അൺഡിഫീറ്റഡ് ആയിട്ടുള്ള മത്സരങ്ങൾ അവർ 36 തോൽക്കാതെ FAയുടെ ഹിസ്റ്ററിയിൽ അവർ നേടിയിട്ടുണ്ട്. അൺഡിഫീറ്റഡ് അഗെയിൻസ്റ്റ് യുവേഫ നാഷണൽ ടീംസ്. യുവേഫയിലെ യൂറോപ്യൻ ടീമുകൾക്കെതിരെ സ്കലോനിയുടെ അർജന്റീന 7 കളികൾ കളിച്ചിട്ട് ഒറ്റ കളിയും തോറ്റിട്ടില്ല. സമനിലകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം. അങ്ങനെ വൻ വിജയങ്ങൾ അവർ സ്വന്തമാക്കി. ഈ പറയുന്ന നോക്കൗട്ട് സ്റ്റേജുകളിൽ ഒരിക്കൽ പോലും അവർ ആ ഒരു ബ്രസീലിനെതിരെയുള്ള 2019 വീഴ്ചയ്ക്ക് ശേഷം, സെമിയിലെ വീഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഒരിക്കലും വീണു പോയിട്ടില്ല. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അർജന്റീന എന്ന് പറയുന്ന ടീമിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് ലയണൽ സ്കലോനിയുടെ മാനേജ്മെൻറ്റ് മികവ് തന്നെയാണ്. സോ അർജന്റീനയുടെ തേരോട്ടം ഇനിയും തുടരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഒരു തലമുറ മാറ്റത്തിനുള്ള സമയം അവിടെ ആയിട്ടുണ്ട് എന്ന് തോന്നൽ ഇപ്പോഴുണ്ട്. കാരണം ഒട്ടാമെൻ്റി അധിക കാലം കളിക്കില്ല, ഡിമരിയ പിൻവാങ്ങിക്കഴിഞ്ഞു. ജർമ്മൻ വെസല്ല ഒരു പക്ഷേ അധികം കാലം മുന്നോട്ട് പോകാതെ പിൻവാങ്ങിയേക്കും. ലിയോ മെസ്സിനി എത്ര കാലം കളിക്കുമെന്ന് അദ്ദേഹം മാത്രമേ തീരുമാനിക്കേണ്ടതുള്ളൂ, അദ്ദേഹത്തിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അധികം കാലം അദ്ദേഹം തുടരുമെന്നുള്ളത് കണ്ടറിയണം. സോ പകരക്കാരെയൊക്കെ കണ്ടെത്തണം, അതനുസരിച്ചിട്ട് ഇവനെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കഴിയുന്ന ഒരാളാണ് സ്കലോനി. സ്കലോനി കഴിഞ്ഞ ദിവസം പറഞ്ഞു 2 വർഷം കൂടിയാണ് ഇപ്പോൾ എനിക്ക് കോൺട്രാക്റ്റ് ഉള്ളത്. ഇപ്പോൾ എന്നോട് വിളിച്ച് 15 വർഷത്തേക്ക് സൈൻ ചെയ്യാൻ പറഞ്ഞാലും ഇപ്പോൾ ഞാൻ റെഡിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദീർഘകാലമായിട്ട് അദ്ദേഹം അവിടെ തുടരുമ്പോൾ അതിനുള്ള റിസൾട്ടും ലഭിക്കുന്നു. അപ്പോഴാണ് നേരത്തെ ചോദിച്ച ചോദ്യം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഗ്യാപ്പ് ഉണ്ടോ? ഗ്യാപ്പ്, ഒരു കപ്പ് വെക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.